കൂടുതൽ വിവരങ്ങളുമായി നീത നാരായണൻ ചേരുന്നു. നീത, നിലവിൽ പുതിയൊരു അധ്യായം കൂടിയാണ്, ഒരു ചരിത്രം കൂടിയാണ് ഇപ്പോൾ ആർടെമിസ് 2 ദൗത്യം കുറിച്ചിരിക്കുന്നത്. അതിൽ പല റെക്കോർഡുകളുണ്ട്, പലതരത്തിലുള്ള അഭിമാനകരമായ നേട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കാനായി സാധിക്കുന്നത്? ദൗത്യസംഘം ഇപ്പോൾ നിലവിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിൽ തന്നെയല്ലേ? ആദ്യത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രം തിരിക്കുകയാണ് ആർടെമിസ് 2 ദൗത്യ സംഘം എന്ന് തന്നെ പറയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം വലിയൊരു പേരാണ് ഈ 4 അംഗം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 4:02 ബഹിരാകാശ പേടകത്തിൽ നിന്ന് വളരെ വലത്തേക്ക് പിന്നായത് 2,22,50 മൈൽ ദൂരത്തിൽ പിന്നിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊരു വലിയ പുതിയൊരു ഉറ തന്നെയാണ് തിരിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 84 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ചന്ദ്രന്റെ ഒരു മറുപുറം കാണുന്നത്. അങ്ങനെ ചന്ദ്രന്റെ പിന്നിലൂടെയുള്ള ഒരു യാത്ര ചെയ്ത ഒരു ചരിത്രപരമായ ഒരു ദൗത്യമാണ് ആർടെമിസ് സംഘം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഭൂമിയിലേക്കുള്ള ഒരു മടക്കയാത്രയ്ക്കുള്ള തുടക്കമായിട്ടുണ്ട്. 7ാം ദിവസത്തിന്റെ പകുതി പിന്നിടുമ്പോൾ തന്നെ യാത്രയുടെ തുടക്കം. അങ്ങനെ 10 ഓറിയോൺ ഭൂമിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയുന്നത് പോലെ വലിയൊരു ദൗത്യ സംഘം ഈ ഒരു വലിയ ദൗത്യത്തിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ 4 അംഗ സംഘത്തിന്റെ വലിയൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഈ ഓറിയോണിനുള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ചന്ദ്രന്റെ ഒരു ദൃശ്യം, ഈ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അത് അധികം തന്നെ നാസ പുറത്തുവിടുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചന്ദ്രന്റെ ഏറ്റവും അരികിൽ, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ, അങ്ങനെയാണ് ഈ പേടകം എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. നമുക്കറിയുന്നത് പോലെ 1970 അപ്പോളോ 13 സഞ്ചരിച്ച ആർടെമിസ് 2 സഞ്ചരിച്ച ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ആർടെമിസ് 2 സംഘം പിന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചന്ദ്രന്റെ മറുപകുതി ഭാഗത്തുകൂടിയാണ് ഈ സംഘം സഞ്ചരിച്ചത്. അതുപോലെ തന്നെ സൂര്യന്റെ ദൃശ്യങ്ങളും ഒക്കെ ഈ സംഘം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെയൊക്കെ ഒരു ദൃശ്യങ്ങളാണ് ഇനി പുറത്തുവിടാനുള്ളത്. നാസ അത് പുറത്തുവിടുന്നതും കാത്തു തന്നെ ഇരിക്കുകയാണ്. നമുക്കറിയാം ഈ സംഘം ഈ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഭൂമിയുടെ ഒരു വലിയ ദൃശ്യം പുറത്തുവിട്ടിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായതാണ്. ഇത്രയും കാലത്തിന് ശേഷം ഭൂമിയുടെ ഒരു വലിയ രൂപം നമ്മൾ കണ്ടു എന്നുള്ള വലിയൊരു ചരിത്ര ദൗത്യമൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇനി നാസയുടെ ഭാഗത്തുനിന്നും വരേണ്ടതുണ്ട്. എന്തായാലും ചന്ദ്രന്റെ മറുപകുതി കൂടിയാണ് കണ്ടിട്ടാണ് ഈ സംഘം ഇപ്പോൾ തിരിച്ചെത്തുന്നത്. നമുക്കറിയുന്നത് പോലെ ചന്ദ്രനിലേക്ക് കയറിയിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ സംഘം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഏകദേശം 10 ദിവസത്തെ ഒരു ദൗത്യമായിരുന്നു ഇത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ 4 സംഘം പുറത്തിറങ്ങുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ ഒരു സംഘത്തിൽ ഒരു സ്ത്രീയും ഒരു വനിത ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 4 പേരടങ്ങുന്ന ഒരു സംഘമാണ് യാത്ര തിരിച്ചത്. ഒപ്പം തന്നെ ഒരു ഡോളും ഈ ഒരു സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഒരു ദൗത്യം ഒരുപാട് ശരി, ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദൗത്യ സംഘം ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിൽ വളരെ സുരക്ഷിതമായി തന്നെ അവർ തിരിച്ചിറങ്ങും എന്നുള്ള വിവരങ്ങളടക്കം നമുക്ക് കിട്ടുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.